Hello dear children, welcome to Kids Area Online. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? 5ാം ക്ലാസ്സിൽ സോഷ്യൽ സയൻസ് ആയിരുന്നു. എക്സാം എങ്ങനെയുണ്ടായിരുന്നു? ഈസി ആയിരുന്നോ? ഓക്കെ, അപ്പോൾ നമുക്ക് ആൻസേഴ്സ് ഒക്കെ ഒന്ന് നോക്കിയാലോ. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക്, കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കിഡ്സ് ഏരിയ ഓൺലൈൻ ട്യൂഷൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. LKG UKG ക്ലാസ്സസ് ഉണ്ട്. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് ക്ലാസ്, അതായത് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്, എഴുതാനും വായിക്കാനും ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്കായിട്ട് സ്പെഷ്യൽ ക്ലാസ്സസ് ഉണ്ട്. സൂമിൽ ലൈവായിട്ടാണ് ക്ലാസ് വരുന്നത്. റെക്കോർഡ് ക്ലാസ്സസും അവൈലബിൾ ആണ്. ഫീ നൽകിയാണ് പഠിക്കുവാനുള്ളത്. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഓക്കെ, 5ാം ക്ലാസ്സിലെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. സോഷ്യൽ സയൻസ് ആണ്. 7 ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും 5 ക്വസ്റ്റ്യൻ ആൻസർ നൽകിയാൽ മതിയാകും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ആക്ടിവിറ്റി 1, ഒബ്സർവ് ദ ഔട്ട്ലൈൻ ഓഫ് ദ എക്സിബിഷൻ ഗ്രൗണ്ട്. എക്സിബിഷൻ ഗ്രൗണ്ട് ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതിൻ്റെ ഇവിടെ നോക്കിയേ, വെസ്റ്റ്, ഈസ്റ്റ്, സൗത്ത്, നോർത്ത്, സൗത്ത്, വെസ്റ്റ്, ഈസ്റ്റ്. ഇത്രയും നമുക്ക് നല്ലതുപോലെ അറിയാമെങ്കിൽ ബാക്കി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയറക്ഷൻ ഓഫ് ദ മാജിക് ഷോ സ്റ്റേജ് ഇൻ ദ റെസ്റ്റോറൻറ്റ്? ഈ മാജിക് ഷോ സ്റ്റേജിൻ്റെ ഏത് ദിശയിലാണ് റെസ്റ്റോറൻറ്റ് എന്നാണ് ചോദിക്കുന്നത്. മാജിക് ഷോ സ്റ്റേജിൻ്റെ ഏത് ദിശയിലാണ് റെസ്റ്റോറൻറ്റ്? അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് ഏത് ദിശയിലാണ് റെസ്റ്റോറൻറ്റ് വരിക? നോർത്ത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോർത്ത് എന്നാണ്. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നോർത്ത് ആയിരുന്നു. ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോർത്ത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ പറയുന്നത്, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ജയന്റ് വീൽ ടു റീച്ച് ദ മീറ്റിംഗ് വെന്യൂ? അതായത് ഈ മീറ്റിംഗ് വെന്യൂ കണ്ടല്ലോ, ഈ മീറ്റിംഗ് വെന്യൂവിൽ എത്താൻ വേണ്ടി ഈ ജയന്റ് വീലിൽ നിന്ന് ഏത് ദിശയിലേക്ക് നീങ്ങണം? ഇത് ജയന്റ് വീലാണ്. ജയന്റ് വീലിൽ നിന്ന് ഏത് ദിശയിലോട്ട് നീങ്ങിയാൽ മീറ്റിംഗ് വെന്യൂവിൽ എത്താം? ഈ മീറ്റിംഗ് വെന്യൂവിൽ എത്താം. എവിടെ, ഏതാണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെങ്കിൽ സൗത്ത് ഡയറക്ഷനിലാണ് നീങ്ങാനുള്ളത്, തെക്ക്. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഡയറക്ഷൻ ഓഫ് ദ റെസ്റ്റോറൻറ്റ് ഈസ് ദ എൻട്രൻസ് ഗേറ്റ്? ഈ റെസ്റ്റോറൻറ്റ് കണ്ടല്ലോ, ഈ റെസ്റ്റോറൻറ്റിൻ്റെ ഏത് വശത്താണ് ഈ എൻട്രൻസ് ഗേറ്റ് ഉള്ളത്? റെസ്റ്റോറൻറ്റ് ഇവിടെയാണ്. റെസ്റ്റോറൻറ്റ് ഏത് വശത്താണ് ഈ പ്രവേശന കവാടം, എൻട്രൻസ് ഗേറ്റ് ഉള്ളത്? ഏത് ദിശയിലാണ്? സൗത്ത്. റെസ്റ്റോറൻറ്റ് സൗത്ത് ദിശയിലാണ് എൻട്രൻസ് ഗേറ്റ് ഉള്ളത്, പ്രവേശന കവാടം ഉള്ളത്. നാലാമത്തെ ചോദ്യം നോക്കാം. വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ജയന്റ് വീൽ ടു റീച്ച് ദ സർക്കസ് ടെന്റ്? സർക്കസ് കൂടാരത്തിൽ എത്താൻ വേണ്ടി ജയന്റ് വീലിൽ നിന്ന് ഏത് ദിശയിലോട്ട് പോകണം? ജയന്റ് വീലിൽ നിന്ന് ഏത് ദിശയിലോട്ട് പോയാൽ സർക്കസ് ടെന്റിൽ എത്താം? എവിടെ എത്താൻ പറ്റുക? വെസ്റ്റ്, പടിഞ്ഞാറോട്ട്. വെസ്റ്റ്, പടിഞ്ഞാറിലോട്ട് പോയാൽ സർക്കസ് ടെന്റിൽ എത്താം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഡയറക്ഷൻ ഷുഡ് വൺ മൂവ് ഫ്രം ദ ഫാൻസി സ്റ്റോർ ടു റീച്ച് ദ മീറ്റിംഗ് വെന്യൂ? ഫാൻസി സ്റ്റോറും മീറ്റിംഗ് വെന്യൂ, ഫാൻസി സ്റ്റോർ, മീറ്റിംഗ് വെന്യൂ. മീറ്റിംഗ് വേദിയിൽ എത്താൻ വേണ്ടിയിട്ട് ഫാൻസി സ്റ്റോറിൽ നിന്ന് ഏത് ദിശയിലേക്ക് നീങ്ങണം? ഇവിടെ ഫാൻസി സ്റ്റോർ. അപ്പോൾ മീറ്റിംഗ് വെന്യൂവിൽ എത്താനായിട്ട് ഏത് ദിശയിലോട്ട് പോകണം? ഇങ്ങോട്ടാണ്. അപ്പോൾ ഏതാണ്? ഈസ്റ്റ്. ഈസ്റ്റിലേക്കാണ് പോകാനുള്ളത്. ഈസ്റ്റ് എന്ന് പറയാൻ കിഴക്ക്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് എത്താൻ കിഴക്ക്. അപ്പോൾ ഇതായിരുന്നു ആൻസർ. എല്ലാവരും കറക്റ്റായിട്ട് ആൻസർ എഴുതിയല്ലോ? യെസ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആക്ടിവിറ്റി 2, ന്യൂസ് റിലേറ്റഡ് ടു ദ ഫോം ഓഫ് ഗവൺമെന്റ് എക്സിസ്റ്റിംഗ് ഇൻ അവർ കൺട്രി ഹാവ് ബീൻ ഗിവൺ. നമ്മുടെ രാജ്യത്തുള്ള ഗവൺമെന്റിന്റെ എങ്ങനെയാണ് എക്സിസ്റ്റ് ആയിരിക്കുന്നത്? ഒന്നാമത് ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭ. കൺക്ലൂഡഡ് ബൈ എഗ്രീയിങ് ദ പ്രിയോറിറ്റി ഫോർ ദ ഡെവലപ്മെന്റൽ വർക്ക്സ് ഫോർ ദ വാർഡ്. വാർഡിന്റെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഗ്രാമസഭയും വാർഡ് സഭയും ഉള്ളത്. ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി അഡ്ജേൺഡ് ഫോർ ഇൻഡെഫിനിറ്റ് പീരീഡ് ആഫ്റ്റർ പാസിംഗ് ദ ബിൽസ്. ഇത് നിയമസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. ഐഡന്റിഫൈ ദ സഭ വിച്ച് ഈസ് അസോസിയേറ്റഡ് വിത്ത് ഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസിയായിട്ട് ബന്ധമുള്ളത് ഏത് സഭയാണ്? ഏതാണ്? ലെജിസ്ലേറ്റീവ് അസംബ്ലി, നിയമസഭയാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഫ്യൂച്ചേഴ്സ് ഓഫ് ഡെമോക്രസി. ഡെമോക്രസിയുടെ ഫ്യൂച്ചേഴ്സ് എഴുതാൻ ഒന്ന് നൽകിയിട്ടുണ്ട്. ഇൻ ഡെമോക്രസി ദ സൂപ്പർ പവർ ബിലോങ് ടു ദ പീപ്പിൾ. അതുപോലെ ഡെമോക്രസിയെ കുറിച്ച് ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ 4 സെന്റൻസ് കൂടി എഴുതണം. അതാണ് ബി ക്വസ്റ്റ്യൻ. ആക്ടിവിറ്റി 3 വരുന്നത്, പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ agitations related to dress led by ഗാന്ധിജി. ഗാന്ധിജിയുടെ
ഗാന്ധിജിയുടെ അറിയാം, ഡ്രസ് ലീഡ് ബൈ ഗാന്ധിജി. നമ്മുടെ ഈ ഒരു സത്യാഗ്രഹ അറിയാം, അതിന്റെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത് ബി ക്വസ്റ്റ്യൻ, വിച്ച് റൂളർ ഇഷ്യൂഡ് എ പ്രൊക്ലമേഷൻ ട്രാവൻകൂർ ഇൻ 1859 ഗ്രാൻഡിങ് ദ റൈറ്റ് ടു വെയർ ദ അപ്പർ ക്ലോത്ത്സ്? അപ്പർ ക്ലോത്ത്സ് വെയർ ചെയ്യുന്നതിനുള്ള ഏത് രാജാവാണ്, ഏത് ട്രാവൻകൂറിൽ ഏത് റൂളറാണ് അനുമതി നൽകിയത്? ആയില്യം തിരുനാളായിരുന്നു. ആക്ച്വലി 4 ഇവിടെ കോണ്ടിനെന്റ്സ് ഉണ്ട്. ഈ കോണ്ടിനെന്റ്സിന്റെ പിക്ചേഴ്സ് കണ്ടിട്ട്, ഷേപ്പ് കണ്ടിട്ട് ഏത് കോണ്ടിനെന്റ് ആണെന്ന് എഴുതണം. അപ്പൊ ഇത് ഏഷ്യയാണ് നൽകി. ഇന്ത്യ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഏഷ്യ, അത് അവർ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ നോക്കാം. ഇതിൽ എ ക്വസ്റ്റ്യൻ, ഇത് നോർത്ത് അമേരിക്കയാണ്, അതായത് വടക്കേ അമേരിക്കയാണ്. നോർത്ത് അമേരിക്ക, വടക്കേ അമേരിക്കയാണ് ഈ കോണ്ടിനെന്റ്. ഈ ഭൂഖണ്ഡം നോർത്ത് അമേരിക്കയാണ്. ഓക്കെ, വടക്കേ അമേരിക്കയാണ്, വടക്കേ അമേരിക്കയാണ് കേട്ടോ. വടക്കേ അമേരിക്കയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അടുത്തത് നോക്കാം. അടുത്ത പിക്ചർ ഏതാണെന്ന് നോക്കാം. ബി വരുന്നത്, ഇത് ചെറുത് എന്താണ്? ഓസ്ട്രേലിയ. ഇങ്ങനെയുള്ളത് ഓസ്ട്രേലിയയാണ്. ഇത് ഓസ്ട്രേലിയ ആയിരുന്നു. ഓസ്ട്രേലിയയാണ് രണ്ടാമത്തത്. ബിയുടെ ആൻസർ ഓസ്ട്രേലിയയാണ്. സി നോക്കാം. സി പിക്ചർ ഇത് യൂറോപ്പാണ്. സി വരുന്നത് യൂറോപ്പാണ് ശരി ഉത്തരം. യൂറോപ്പാണ് സി ക്വസ്റ്റ്യന്റെ ആൻസർ. ഡി ക്വസ്റ്റ്യൻ നോക്കാം. ഡി വരുന്നത് ആഫ്രിക്കയാണ് ഇവിടെയുള്ളത്. ആഫ്രിക്കയാണ് ശരി ഉത്തരം. ആഫ്രിക്ക. നെക്സ്റ്റ് നോക്കാം. ലാസ്റ്റ് വൺ. ഈ വരുന്നത് ഇത് സൗത്ത് അമേരിക്കയാണ്. തെക്കേ അമേരിക്ക. തെക്കേ അമേരിക്കയാണ് ഇതിന്റെ ആൻസർ. സൗത്ത് അമേരിക്ക, തെക്കേ അമേരിക്കയാണ് ലാസ്റ്റ് ഈ വരുന്നത്. ഓക്കെ, അപ്പൊ ഇതും എല്ലാവരും കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടാവും. അടുത്ത് നോക്കാം. അന്റാർട്ടിക്ക നൽകിയിട്ടുണ്ട്. നമ്മുടെ ഏഷ്യ ഭൂഖണ്ഡവും അന്റാർട്ടിക്ക നൽകിയിട്ടുണ്ട്. ബാക്കിയുള്ളത് ഷേപ്പ് അനുസരിച്ച് കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. അഞ്ചാമത്തെ ആക്ടിവിറ്റി, ട്രാൻസ്പോർട്ട് സിസ്റ്റം പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഷേപ്പിംഗ് ദ മോഡേൺ സൊസൈറ്റി. ഇവിടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. accessible to all sections of people, low level of pollution, more suitable for international transportation of goods, the fastest mode of transport, relatively less expensive, a mode of transport useful for fishing too. അപ്പോൾ ഇത് നൽകിയിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ കൺസെപ്റ്റ് റിലേറ്റഡ് ടു വാട്ടർ ട്രാൻസ്പോർട്ട് ഫ്രം ദ ഗിവൻ സ്റ്റേറ്റ്മെന്റ്. ഇത് വെച്ചിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് സ്റ്റേറ്റ്മെന്റ് നൽകിയിട്ടുള്ളത് വെച്ചിട്ട് വാട്ടർ ട്രാൻസ്പോർട്ടിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. വാട്ടർ ട്രാൻസ്പോർട്ടുമായിട്ട് ബന്ധപ്പെട്ടത് എഴുതാൻ വേണ്ടിയിട്ടാണ്. ബി ക്വസ്റ്റ്യൻ, വിച്ച് സിറ്റി ഈസ് നോൺ ആസ് ദ വെനീസ് ഓഫ് ദ ഈസ്റ്റ്? വെനീസ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്നത് ആലപ്പുഴയാണ് ശരിയായ ഉത്തരം. ഇനി ഇവിടെ ആക്ടിവിറ്റി 6-ൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഒബ്സർവ് ദ മാപ്പ് ഗിവൺ ബിലോ ആൻഡ് കംപ്ലീറ്റ് ദ മിസ്സിംഗ് പാർട്ട്. ഇതിലൊരു 5 ക്വസ്റ്റ്യൻ ഉണ്ട്. 5ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യൂണിയൻ ടെറിട്ടറി ആണ്, ലൊക്കേറ്റഡ് ഓൺ അറേബ്യൻ സീ നിയർ കേരള. കേരളത്തിനടുത്താണ്, അറേബ്യൻ സീയുടെ അടുത്താണ് ലൊക്കേറ്റ് ചെയ്യുന്നത്. അറേബ്യൻ സീയിലാണ്. യൂണിയൻ ടെറിട്ടറിയാണ്. ഏതാണ് ഉത്തരം? ലക്ഷദ്വീപാണ് ഉത്തരം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ലക്ഷദ്വീപാണ്. ഒന്നാമത്തെ ചോദ്യത്തിന് ഉത്തരം ലക്ഷദ്വീപ്. ഓക്കെ, രണ്ടാമത്തെ ചോദ്യം, ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര മുംബൈ ആണ്. മുംബൈയാണ് ക്യാപിറ്റൽ ഓഫ് മഹാരാഷ്ട്ര. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ ഇന്ത്യൻ സ്റ്റേറ്റ് ദറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് മോസ്റ്റ് സ്റ്റേറ്റ്സ്. കൂടുതൽ സ്റ്റേറ്റ്സുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഉത്തർപ്രദേശാണ് കൂടുതൽ ഇതുമായിട്ട് സ്റ്റേറ്റുമായിട്ട് ബോർഡർ ഷെയർ ചെയ്യുന്നത് ഉത്തർപ്രദേശ്. നാലാമത്തെ ചോദ്യം, ദ ഇന്ത്യൻ സ്റ്റേറ്റ് വിത്ത് ലീസ്റ്റ് കോസ്റ്റൽ ഏരിയയുള്ള ഇന്ത്യൻ സ്റ്റേറ്റ് ഏതാണ്? ഗോവയാണ്. ഗോവ. അഞ്ചാമത്തെ ചോദ്യത്തിന് ആൻസർ നൽകിയിട്ടുണ്ട്. ദ സ്മോളസ്റ്റ് നൈബറിംഗ് കൺട്രി ഭൂട്ടാൻ. ഓക്കെ, ഈ 5 ക്വസ്റ്റ്യനും എല്ലാവരും കറക്റ്റായിട്ട് എഴുതിയല്ലോ. ഇതായിരുന്നു 6ാമത്തെ ആക്ടിവിറ്റിയിൽ വരുന്നത്. ഇനി 6ാമത്തെ ആക്ടിവിറ്റിയിൽ ഒരു ക്ലൂ തന്നിട്ടുണ്ട്. സ്റ്റേറ്റ് ഏതാണെന്ന് കണ്ടെത്തണം. ലൊക്കേറ്റഡ് ഓൺ ദ ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ, കൊൽക്കത്ത ഈസ് ദ ക്യാപിറ്റൽ, ഇറ്റ് ഷെയർസ് ബോർഡേഴ്സ് വിത്ത് ഭൂട്ടാൻ, നേപ്പാൾ ആൻഡ് ബംഗ്ലാദേശ്.
ക്യാപിറ്റൽ കൊൽക്കത്തയാണ്. അപ്പോൾ നമുക്കറിയാം ഏതാണ് വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ. വെസ്റ്റ് ബംഗാൾ ആണ് ശരി ഉത്തരം, പശ്ചിമ ബംഗാൾ. ഓക്കെ, ഏഴാമത്തെ ക്വസ്റ്റ്യൻ. അഡ്വാൻസ്മെന്റ്സ് ഇൻ സയൻസ് ആൻഡ് ടെക്നോളജി ഹാവ് paved the way for giant leaps in communication. ഇൻലാൻഡ്, ടെലിഫോൺ, ഇന്റർനെറ്റ്, ഇമെയിൽ, മൊബൈൽ ഫോൺ, ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഷോർട്ട് നോട്ട് തയ്യാറാക്കാനാണ് കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഇൻഡിവിജ്വൽ കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് വിത്ത് മാസ് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്സ് ആൻഡ് മേക്ക് എ നോട്ട് വിത്ത് എക്സാമ്പിൾ. കമ്മ്യൂണിക്കേഷൻ മെത്തേഡ്, മാസ് കമ്മ്യൂണിക്കേഷൻ, അത് വെച്ചിട്ട് ഷോർട്ട് നോട്ട് തയ്യാറാക്കി എക്സാമ്പിൾ സഹിതം എഴുതാനാണ്. അതിൽ ബി ക്വസ്റ്റ്യൻ ഉണ്ട്, ഫൈൻഡ് ആൻഡ് റൈറ്റ് ദ ലോഗോ ഓഫ് ഇന്ത്യൻ പോസ്റ്റ് ഫ്രം ദ ഗിവൺ ലോഗോസ്. ഇതിൽ നിന്ന് ഇത് നൽകിയിരിക്കുന്ന ലോഗോസിൽ നിന്ന് ഇന്ത്യൻ പോസ്റ്റിന്റെ ലോഗോ ഏതാണെന്ന് കണ്ടെത്തുക എന്നുള്ളതായിരുന്നു. ബി ആണ് ശരി ഉത്തരം. ഓക്കെ, അപ്പോൾ എല്ലാ ചോദ്യത്തിനും എല്ലാവരും ശരി ഉത്തരം എഴുതിയല്ലോ? ഓക്കെ ഓക്കെ ചിൽഡ്രൻ, അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ്സസും എക്സാമായിട്ട് വീണ്ടും കാണാം. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.